ശനിയാഴ്ച രാത്രിയായപ്പോൾ നമ്മുടെ സുഹൃത്ത് അഖിലിൻ്റെ ഒരു വിളി, നാളെ രാവിലെ ചാമുണ്ടിക്ക് വിട്ടാലോ. അപ്പം ഞാനും ആലോചിച്ചു, സൺഡേ അല്ലേ, രാവിലെ കിടന്നുറങ്ങി വെറുതെ ഒരു മൂഡ് കളയണ്ട, രാവിലെ എഴുന്നേറ്റ് ഒരു ഹെൽത്തി സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ എന്ന് കരുതി ഞങ്ങൾ രാവിലെ ഒരു 6 മണിക്ക് വിട്ടു. ഒരു 6:30 ആയപ്പോഴേക്കും എത്തി ചാമുണ്ടിയിൽ. പതിവിലും കാണാത്ത രീതിയിലുള്ള ഒരു തിരക്കും പോലീസുകാരും നമ്മളെ വഴിതിരിച്ച് വിടലുമൊക്കെ ആയിരുന്നു. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത്, ഇപ്പോൾ ഈ ആഷാഢമാസമാണ് ഇപ്പോൾ നടക്കുന്നത്. ആഷാഢമാസം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ കർക്കിടക മാസം പോലെ. ആഷാഢമാസത്തിൽ സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് തിരക്ക് കാണാറ്. ഇതിപ്പോൾ ഞായറാഴ്ച സ്ഥിരമായിട്ട് ട്രക്കിങ്ങിന് വരുന്നവരെ കൂടാതെ ഭക്തരുടെ ജനത്തിരക്ക് കൂടി ഉണ്ടായിരുന്നു. നമ്മളിതിൻ്റെ ഒരു വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് മേളിലെത്തിക്കഴിഞ്ഞപ്പോൾ പതിവിൽ കൂടുതൽ കടക്കാരും കച്ചവടക്കാരും ഫ്രൂട്ട് സലാഡ് ഇതൊക്കെ വിൽക്കാനായിട്ട് ജനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതേ കൂട്ടം ആളുകളും ഒരുപാട് വരുന്നുണ്ടായിരുന്നു. ഇത് കുറച്ച് മേളിലെത്തിക്കഴിയുമ്പോൾ അവിടെയുള്ളൊരു വ്യൂ പോയിൻ്റാണ്. കുറച്ച് മഴയും തണുപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സ്ലിപ്പറി ആയിരുന്നു. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ടാണ് ഇത്തവണ ഞങ്ങൾ ഒന്ന് അവിടെ ഇറങ്ങി ഒന്ന് നോക്കിയത്. അവിടെ നിന്ന് നമ്മൾ വീണ്ടും മേൽപോട്ട് നടക്കുന്തോറും ചെറിയൊരു ചാറ്റൽ മഴയും തണുപ്പും കുറച്ച് കോടയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. മഴ ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ചെറിയൊരു മഴയുണ്ടായിരുന്നു. മുകളിലെത്തിയതും കോടമഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ചാമുണ്ഡി ക്ഷേത്രത്തിൻ്റെ ഒരു ദർശനമാണ് ഞങ്ങൾക്ക് സാധ്യമായത്. പിന്നെ തിരക്കുള്ളതുകൊണ്ട് ഒരുപാട് ഗ്രില്ലുകളും അതുകൂടാതെ വേറെ വഴിയിൽ കൂടെയൊക്കെയാണ് പോലീസുകാർ ഞങ്ങളെ കടത്തി വിട്ട് ഞങ്ങൾ ഇത്തിരി ചുറ്റിക്കറങ്ങിയിട്ടൊക്കെയാണ് അമ്പലത്തിൻ്റെ മുമ്പിലെത്തിയത്. പിന്നെ ഞങ്ങൾ ട്രെക്കിംഗ് പർപ്പസിനാണ് വന്നതുകൊണ്ട് അകത്തേക്ക് കയറാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഇത് അകത്തേക്ക് കയറാനുള്ള ഒരു ജനത്തിരക്കാണ് ഈ കാണുന്നത്. മുകളിലെത്തി ഇനിയിപ്പോൾ അകത്തേക്ക് കയറാൻ പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പതുക്കെ താഴേക്ക് ഇറങ്ങാമെന്ന് കരുതി ഞങ്ങൾ തിരിച്ചു കടന്നു. അപ്പോൾ അവിടെ ഒരു ചായക്കടയുണ്ട്, നന്ദിനിയുടെ. അവിടെ നിന്ന് ഒരു ചായയും കുടിച്ച് പതുക്കെ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു അമ്മൂമ്മ ചൂടായിട്ട് മുളക് ബജിയും പരിപ്പോടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അന്ന് പിന്നെ ഒരു വൈബായിക്കോട്ടെ എന്ന് കരുതി അതും ഓരോന്ന് വാങ്ങിച്ച് ഒന്ന് കഴിച്ചൊക്കെ നോക്കി. ആ ഒരു ക്ലൈമറ്റിൽ അവിടെ ഇരുന്നിട്ടുള്ള ചൂട് പരിപ്പോടെയും ആ മുളക് ബജിയൊക്കെ തിന്നാനായിട്ട് പ്രത്യേക ഒരു വൈബുണ്ടായിരുന്നു. പിന്നെ താഴെ സിറ്റിയിലെത്തി ഗുരുദർശനി ദോശ പാലസിൽ കയറി ഒരു മൈസൂർ മസാല ദോശയും ഒരു ഉഴുന്നോടെയും വാങ്ങിക്കഴിച്ച് നേരെ വീട്ടിലോട്ട് പോന്നു.